നമുക്ക് പ്യുവർ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതായത് പ്യുവർ ദേശി ടസറിൽ ആ ടസറിൻ്റെ ബേസ് കളറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ നമുക്കിത് പല ഫംഗ്ഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. നമുക്കൊരു വെഡ്ഡിങ് ഈവിന് ഉപയോഗിക്കാം, വെഡ്ഡിങ്ങിന് ഉപയോഗിക്കാം, അല്ല ഒരു ബാപ്റ്റിസം പോലെയുള്ള ഒരു ഫംഗ്ഷൻ, ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ, അങ്ങനെ ഏത് ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. 8950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പം ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും, ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്, നമുക്ക് അല്ല ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന ഡിസൈൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ഇതേപോലെ ദേശി ടസറിൻ്റെ ബേസ് കളറാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ആ ബേസ് കളറിൽ ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി, അതായത് ഒരു ബേബി പിങ്കിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ്. രണ്ട് സൈഡിലും ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. ആ ബോർഡർ തന്നെ നമുക്ക് മുന്താണിയിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് മുന്താണി പോർഷനാണ് കേട്ടോ. മുന്താണിയിൽ ഈ സെയിം വർക്കാണ്, ബോഡിയിൽ നമുക്ക് ആ സെയിം വർക്ക് വരും. അതായത് ബോർഡർ മാത്രം നമുക്ക് കവർ ചെയ്ത് വരും മുന്താണിയിലേക്കും. പിന്നെ ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ എംബ്രോയ്ഡറി സാരിയിലും കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഹാഫ് പോർഷനിലാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഫസ്റ്റ് കുത്തുന്ന ഭാഗത്ത് വർക്ക് ഉണ്ടാവില്ല, ബാക്കി എല്ലായിടത്തും ഈ ഒരു വർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഈ സാരീസൊക്കെ നമുക്ക് നല്ലൊരു എലഗൻറ്റ് ആൻഡ് റിച്ച് ലുക്ക് തോന്നുന്ന സാരീസാണ്. പ്യുവർ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസ് എല്ലാം. ഇന്ന് കാണിക്കുന്ന സാരീസ് എല്ലാം ബേസ് കളറിൽ വന്നിരിക്കുന്ന സാരീസാണ്. നമുക്കിതിൻ്റെ കളറിൽ വന്നിരിക്കുന്ന സാരീസും ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു കളർ നമുക്ക് പല ഒക്കേഷൻസിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കളറാണല്ലോ ഇത്. അടുത്തത് വരുന്നത് എംബ്രോയ്ഡറി വർക്ക് ഡിഫറെൻ്റ് ആണ് പലതിൻ്റെ. ഇതാണ് അടുത്ത എംബ്രോയ്ഡറി വർക്ക്. നമുക്ക് മുന്താണിയിലേക്ക് വരുമ്പോഴും ആ സെയിം വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് വരും. ഇതിനകത്തൊരു ഗ്രീനിഷ് ടോണിലേക്ക് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും. ഇതാണ് സ്ലീവ് എൻഡിൽ വരുന്ന വർക്ക്. ഇങ്ങനെ വരും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും ഇതേപോലെ ലോവർ ഹാഫിലാണ് ആ വർക്ക് വരുന്നത്. ഇതേപോലെ എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയായിരിക്കും കേട്ടോ, 8950. അപ്പോൾ ഇതിനകത്തൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അടുത്തത് വരുന്നത് അതിനകത്ത് നമുക്കൊരു ഒണിയൻ പിങ്ക് ടോണിലേക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ്. മുന്താണി സെപ്പറേറ്റ് ആയിട്ടാണ്, ഒരു സെപ്പറേറ്റ് ഡിസൈനാണ് മുന്താണിക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ആ ഒരു സെയിം വർക്ക് തന്നെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒണിയൻ പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന വർക്ക്. ഫുൾ ബോഡി ഇതേപോലെ തന്നെ. നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും ഹാഫ് പോർഷനിലാണ്, ഇതേപോലെ ഹാഫ് പോർഷനിലാണ് വർക്ക് വരുന്നത്. ഇത് പ്ലീറ്റ് എടുക്കുന്ന ഭാഗം, അല്ലെങ്കിൽ ബോഡിയിൽ ഇതേപോലെ വർക്ക് വരും. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒണിയൻ പിങ്ക് ടോണിലേക്ക് വന്നിരിക്കുന്ന വർക്ക്. അടുത്തത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ ടോണിലേക്കാണ് അടുത്ത വർക്ക് വരുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു വർക്ക്. മസ്റ്റാർഡ് യെല്ലോ ടോണിലേക്ക് വന്നിരിക്കുന്ന വർക്ക്. അതും ബോർഡർ മുന്താണിയിലേക്ക് വരുമ്പോൾ ആ വർക്ക് കുറച്ചുകൂടെ ഹെവി ആയിട്ട് മുന്താണിയിൽ കൊടുത്തിട്ടുണ്ട്. ബോഡിയിലും ഇതേപോലെ ആ ചെറിയ ചെറിയ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ആ സെയിം ഡിസൈൻ തന്നെ ഇങ്ങനെ ഹാഫ് പോർഷനിൽ വരും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ വർക്ക് ഇതാണ്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലെ വർക്ക് ഇങ്ങനെ വരും. നമ്മൾ ആ ബോർഡർ ഡിസൈൻ എങ്ങനെയാണോ അതേ ഡിസൈൻ തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വന്നിരിക്കുന്നത്. 8950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നത് നമുക്ക് നല്ലൊരു ചില്ലി റെഡും മെറൂണും കൂടെ ചേർന്നിട്ടുള്ള ഒരു എംബ്രോയ്ഡറി, ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കാണ്. ഇത് കണ്ടോ, ബോഡിയിൽ ഫുൾ മുന്താണിയാണിത്. മുന്താണി ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരും. ബോഡിയിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് ആ ഒരു വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാട്ടോ ഇത്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് പോർഷനിലാണ് വർക്ക് വരുന്നത്. ഇതേപോലെ വരും. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡ് വരുമ്പോൾ നമുക്ക് ഈ ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. ഇത് തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വരുന്നത്.
ബ്യൂട്ടിഫുൾ സാരീസാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഒരു കസവിൻ്റെ വർക്കോ ഒന്നുമില്ല. ഇപ്പോൾ കസവിൻ്റെ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടോ ഇത്. അടുത്തത് വരുന്നത് അതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ അതേ പാറ്റേൺ തന്നെ ഒരു പേസ്റ്റൽ പീച്ചിലേക്കൊക്കെ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ വരുമ്പോൾ ഈ ഒരു ബോർഡർ വർക്കായിരിക്കും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ. നല്ല രസമുള്ള ഷെയ്ഡാട്ടോ. ഒത്തിരി ഇങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന യെല്ലോ അല്ല, ആ ഒരു ടോണുമായിട്ടൊക്കെ നല്ല സട്ടിലായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. എല്ലാം വരുന്നത് സെയിം റേറ്റാണ്. 8950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. നമുക്കിത് ഉടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിച്ച് ലുക്ക് തോന്നും. ഒരു പേളിൻ്റെ സെറ്റൊക്കെ പെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. നമുക്ക് നമ്മുടെ ഷോപ്പിൽ നല്ല ദേശി ടസറിൻ്റെ സാരീസ് നമുക്ക് ഒത്തിരി പോകുന്ന ഒരു ഐറ്റമാണ്. ഓൺലൈനിലും ഷോപ്പിലുമൊക്കെ. ഇതാണ് അതിൻ്റെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി. അടുത്ത വേറൊരു ഡിസൈൻ. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡയഗണൽ പാറ്റേണിൽ ഇതേപോലെയാണ് എംബ്രോയിഡറി. ഒരു ലാവൻഡർ പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വരുന്നത്. പിന്നെ അതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ഹാഫ് പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ആ ഒരു പിങ്ക് ആൻഡ് ലാവൻഡർ രണ്ടും കൂടെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് അതിനകത്ത് ഡിസൈൻ കൊടുക്കുന്നത്. അടുത്തത് വരുന്നതും ആ ഒരു സെയിം ഡിസൈൻ തന്നെ, കളർ ടോൺ ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഒരു ബേബി പിങ്കിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്ക് വരുന്ന ഡിസൈൻ ഇതേപോലെ. നല്ല അടിപൊളി സാരീസ് അല്ലേ. ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്കുള്ള സാരീസ്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് ആൻഡ് ബോർഡർ വരുമ്പോൾ ഇതേപോലെ തന്നെ ആ സാരിയിൽ വന്നിരിക്കുന്ന അതേ കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ്. അടുത്തത് വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു മസ്റ്റാർഡ് ആൻഡ് ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രേ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാരി. സെയിം പാറ്റേൺ തന്നെയാണ്. മുന്താണി ഇതേപോലെ വരും. ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി ഈ ഒരു കോമ്പിനേഷൻ. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി വരുന്നത്. ഇതിൻ്റെ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ. ബോഡിയിൽ വന്നിരിക്കുന്ന അതേ കോമ്പിനേഷൻ തന്നെയാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വരുന്നത്. നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ വരും. നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും പീസസൊക്കെ നമുക്ക് കൂടുതൽ പീസസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇത് അവൈലബിൾ ആക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.